ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 4-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം 6, 7, 8 3 ശ്ലോകം കൂടിയും ഈ ശ്രീശുക ബ്രഹ്മർഷിയെ പറ്റി, വക്താവിനെ പറ്റിയിട്ട് ശൗനകാദി മഹർഷിമാർ സൂതനോട് പറയുന്നതായിട്ടുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രോതാവിനെ കുറിച്ചാണ് പറയുക. 4-ാമത്തെ ഭാഗമായിട്ട് ഇത് പറയണം. ഓം കഥമാലക്ഷിത പൗരൈ സംപ്രാപ്ത കുരുജാങ്കലാൻ ഉന്മത്തമൂക ജഡവത് വിചരൻ ഗജസാഹ്വയേ. കുരുദേശം, ജാങ്കലദേശം സംപ്രാപ്ത പ്രാപിച്ചതായിട്ടുള്ള ഗജസാഹ്വയെ ഹസ്തിനപുരത്തിൽ ഉന്മത്തമൂക ജഡവത്, ഈ ഉന്മത്തനായിക്കൊണ്ട് അല്ലെങ്കിൽ എന്തോ നിശ്ചലാത്തൊരവസ്ഥയിൽ എത്തിയ മൂകനായിട്ട് ജഡനായിട്ട് ഇങ്ങനെ വിചരൻ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ശ്രീശുക ബ്രഹ്മർഷി പൗരൈഹി പൗരന്മാരാൽ കഥം എങ്ങനെ ആലക്ഷിത കാണപ്പെട്ടു, എങ്ങനെ അദ്ദേഹത്തെ മനസ്സിലായത് ഇന്ന ആളാണെന്ന്. അപ്പോൾ അലക്ഷ്യ സഞ്ചാരഗതി എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അലക്ഷ്യ സഞ്ചാരഗതി എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷ്യം പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം നമ്മളും അലക്ഷ്യ സഞ്ചാര. പക്ഷേ ശ്രീശുക ബ്രഹ്മർഷി അങ്ങനെയല്ല. ലക്ഷ്യം നേടിക്കഴിഞ്ഞു. എവിടെയായാലും ഭഗവാനെ കിട്ടും. ഭഗവാൻ ഇല്ലാത്തതായിട്ടുള്ള ഒന്നും ശ്രീശുക ബ്രഹ്മർഷിയെ സംബന്ധിച്ച് ഇല്ല. ബ്രാഹ്മണ ശാപം കിട്ടിയതാണ് പരീക്ഷിത്ത്. അപ്പോൾ സ്വതേ എല്ലാവരും ഒന്നും മടിക്കും. ബ്രാഹ്മണശാപത്തിനെ മറികടക്കാൻ അത്ര എളുപ്പമല്ല. മഹാദേവൻ പറയുന്നുണ്ട്, എൻ്റെ കോപം ഒരുപക്ഷെ തീർക്കാൻ ഈ ബ്രാഹ്മണർ കൂട്ടിയാൽ പറ്റും, പക്ഷേ ബ്രാഹ്മണരുടെ ശാപം അത് തീർക്കാൻ ഞാൻ കൂട്ടിയാൽ പറ്റില്ല കേട്ടോ, അനുഭവിച്ച് തന്നെ തീരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടന്നയാളാണ് ശ്രീ ശിവബ്രഹ്മർഷി. അപ്പോൾ ലക്ഷ്യം വേണ്ട, എല്ലാ ദിക്കിലും ഒന്നാ. ഒരു ലേശം വെണ്ണ എടുത്തു, ശുദ്ധമായിട്ടുള്ള വെണ്ണ. അതിൻ്റെ ഏത് ഭാഗമാണ് ഏറ്റവും നല്ലത്? നമ്മൾ നേന്ത്രപ്പഴം മുറിച്ചു, നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ അതിൽ ഏത് ഭാഗമാണ് ഏറ്റവും നല്ലത്? പാലെടുത്തു, പാലിൽ ഏതെങ്കിലും ഇന്ന ഭാഗം നല്ലത് അങ്ങനെ പറയാറുണ്ടോ നമ്മൾ? ഒരു ഗ്ലാസ് പാലെടുത്തു, എൻ്റെ ഗ്ലാസിൻ്റെ അടിഭാഗത്തെ പാലാണ് കൂടുതൽ നല്ലത് അങ്ങനെ നമ്മൾ പറയാറില്ല, പാട കെട്ടാത്ത പാലാണെങ്കിൽ. അപ്പോൾ ഇങ്ങനൊരു ലക്ഷ്യം കണ്ടതായിട്ടുള്ള ഭാവമാണ്. അപ്പോൾ കഥം ആലക്ഷിത, എങ്ങനെയാണ് ഈ ശ്രീശുക ബ്രഹ്മർഷിയെ ജനങ്ങൾ മനസ്സിലാക്കിയത്? ലക്ഷ്യം ഇത് ശ്രീശുക ബ്രഹ്മർഷി തന്നെയാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആലക്ഷിത, കഥം ആലക്ഷിത പൗരൈഹി, ജനങ്ങൾ സംപ്രാപ്ത, എവിടെയൊക്കെയാണോ ശ്രീശുക ബ്രഹ്മർഷി ചെല്ലുന്നത് അവിടെയൊക്കെ. 2 രാജ്യങ്ങളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. അതിപ്പോൾ ഭാരതത്തിൽ എന്ന് വെക്കണ്ട, ഭാരതത്തിൽ മാത്രമല്ല സ്വതേ ഭൂമിയിൽ മൊത്തം. അതേപോലെ തന്നെ ഊർധ്വലോകത്തും അധോലോകത്തും ഈ ശ്രീശുക ബ്രഹ്മർഷിക്ക് നടക്കാനോ ഒരു പ്രയാസമില്ല. മഹർഷിമാരൊക്കെ ധാരാളം പല ലോകങ്ങളിലേക്കും പോയിട്ട് വന്നിരിക്കുന്നു. രാജാക്കന്മാർ പോലും പോയി വന്നിട്ടുണ്ട്. അപ്പോൾ സനകാദികൾക്കോ അല്ലെങ്കിൽ നാരദനോ ഈ ശ്രീശുക ബ്രഹ്മർഷിക്കോ ഒന്നും പോകാൻ ഒരു പ്രയാസമില്ല. ഒരു സാധാരണ ഗുരു അല്ല അദ്ദേഹം. ശുഗൻ എന്നൊന്നും പറയാനേ പാടില്ല. ശുഗ ഉവാച എന്നാക്കാണ്, ശ്രീശുഗ ഉവാച. അപ്പോൾ അതൊന്നും പോരാ, ശ്രീശുഗ ബ്രഹ്മ മഹർഷി എന്ന് വേണം ശരിക്ക്. ശ്രീശുഗ ബ്രഹ്മർഷി എന്നും ആവാം. അത്രയും വിസ്തരിച്ച് തന്നെ പറയണം. അപ്പോൾ ഇദ്ദേഹം ചെല്ലാത്തതായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ എവിടെയാണോ സംപ്രാപ്ത, എവിടെയാണോ എത്തിച്ചേർന്നത്, കുരു, ജാങ്കലം തുടങ്ങിയിട്ടുള്ള ഏതൊക്കെയോ ചില രാജ്യങ്ങളുടെ പേര് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഉന്മത്ത ഭാവമാണ്. എന്താ കാരണം? ഭഗവാനെയാണ് ഉള്ളിൽ. അപ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. സ്വാഭാവികമായിട്ടും ഒരു ഉപരിചരൻ ആണ്. ഒരു ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കില്ല. ഉപരിചരൻ ആണ്, അതുകൊണ്ട് ഉന്മത്തനാണ്. ഭക്തിഭ്രാന്ത് ലൗകിക രീതിയിലുള്ള ഭക്തിഭ്രാന്ത് അല്ല എന്ന് സാരം. തന്നെയും ഭഗവാനെയും ഒരേപോലെ താൻ തന്നെ കണ്ട് അറിഞ്ഞ്
ഭഗവാന് ലീനഭാവമാണ്. സച്ചിദാനന്ദത്തെ ആത്മാരാമനായിക്കൊണ്ടാ, സച്ചിദാനന്ദത്തെ അനുഭവിക്കുമ്പോൾ ആത്മാരാമനായിക്കൊണ്ടാ. അതാണ് ഉന്മത്ത ഭാവം. അപ്പം അതുകൊണ്ട് തന്നെ മൗനമാണ്. അതുകൊണ്ട് മുഖൻ. ജഡൻ ആണ്. എന്ത് സമചിത്തതയാണ്. അപ്പോൾ ജഡാവസ്ഥ വരിക. സമചിത്തതയായതുകൊണ്ട് ഒരാൾ അടിച്ചു തുപ്പി എന്തായാലും കുഴപ്പമില്ല, അതൊന്നും അവിടെ കയറില്ല. കാരണം ദേഹബോധമില്ല. പ്രത്യക്ഷമാകുന്നത് ആർക്കെങ്കിലും ഒരു ആവശ്യം വേണം. ഒന്നുകിൽ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ആവശ്യം വേണം, അല്ലെങ്കിൽ ഒരാവശ്യക്കാരൻ ശ്രീശുഖ ബ്രഹ്മർഷിയെ ആവശ്യപ്പെടണം. ഒരവതാരം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഉന്മത്തനാണ്, മൂകനാണ്, അപ്പോൾ ജഡം തന്നെയാണ്. അങ്ങനെ സഞ്ചരിച്ചു എന്നാ വിചരൻ. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കാണുന്നില്ല, ചിലപ്പോഴേ വല്ലപ്പോഴേ കാണുള്ളൂ, വെറുതെ കാണില്ല. ഗജസാഹ്വയെ. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിക്കിലും നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഹസ്തിനപുരത്തിലും വന്നു. ഹസ്തി എന്ന് വെച്ചാൽ ആന, അതാണ് ഗജസാഹ്വയെ. ഹസ്തിനപുരത്തിൽ, ആ പട്ടണത്തിൽ എന്നർത്ഥം. അതങ്ങനെ പറഞ്ഞു വെച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇത് സാരില്ല, നമുക്ക് ആ പേരിനൊന്നും അത്ര വലിയൊരു ഇതില്ല. പരീക്ഷത്തിൻ്റെ രാജ്യത്തിൽ വന്നു. പരീക്ഷത്ത് ഹസ്തിനപുരത്തെ രാജാവാണ്. കാരണം പാണ്ഡവർ ഈ ദുര്യോധനാദികളെ മുഴുവൻ വധിച്ചു കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രാൽ സംരക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഈ രാജ്യം മകന് വേണ്ടിയിട്ടാണ്. ഇന്ദ്രപ്രസ്ഥം ആ സമയത്ത് സാമന്തരാജ്യം ആയിരുന്നു. രാജസൂയം കഴിച്ച യുധിഷ്ഠിരന് വല്യച്ഛൻ്റെ സാമന്ത രാജാവായിട്ടിരിക്കാനേ വല്യച്ഛൻ അനുവാദം കൊടുത്തുള്ളൂ. അത് ഈ ദുര്യോധനാദികളെ, ദുഷ്ടരാജാക്കന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ നിശ്ചയിച്ചതായിട്ടുള്ളൊരു തീരുമാനത്തെ ഭീഷ്മർ വഴി ധൃതരാഷ്ട്രര് നിർബന്ധിച്ചതാ. കുന്തിയെ പറഞ്ഞയച്ചില്ല ഹസ്തിനപുരത്തിലേക്ക്. അത്രയും പ്രാധാന്യമുണ്ട്. ആ ഹസ്തിനപുരം ഭരിച്ചേർന്നത് പരീക്ഷിത്താണ്. അതുകൊണ്ട് ആ ഹസ്തിനപുരത്തിലേക്ക് വന്നു. അപ്പോൾ ഈ ഹസ്തിനപുരത്തിലേക്ക് വന്നത് എന്തിന്? ശ്രീശുഖബ്രഹ്മർഷി കഥം ആരക്ഷിത, എങ്ങനെയാണ് അദ്ദേഹത്തിനെ മനസ്സിലാക്കുക? പൗരൈഹി, ഈ ജനങ്ങളാൽ എങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്? അദ്ദേഹത്തിനെ മനസ്സിലാക്കിയത് സംപ്രാപ്ത. എല്ലാ ദിക്കിലും അദ്ദേഹം ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. അങ്ങനെ ഈ കുരു തൊട്ടുള്ള രാജ്യങ്ങളിൽ, ഇതിപ്പോൾ കൗരവരാണല്ലോ, ഹസ്തിനാപുരത്തിലുള്ളവർ കൗരവരാണ്. പരീക്ഷത്തും കൗരവൻ ആണ്. കുരു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വംശത്തിൽ പറഞ്ഞതുകൊണ്ട്. ജാങ്കരം തൊട്ടുള്ള എല്ലാ രാജ്യങ്ങളും യുധിഷ്ഠിരനാൽ തൻ്റേതാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് യുധിഷ്ഠിരൻ്റെ പൗത്രൻ, അർജുനൻ്റെ പൗത്രൻ പരീക്ഷിത്ത്, അഭിമന്യുവിൻ്റെ പുത്രൻ. അപ്പോൾ ആ രാജ്യമൊക്കെ സ്വന്തമാണ്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, എല്ലാ ദിക്കും വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഉന്മത്ത മൂക ജഡവത് അങ്ങനെ സഞ്ചരിക്കുകയാണ് വിചരൻ ഗജസാഹ്വയെ. അപ്പോൾ ഈ ഹസ്തിനാപുരത്തിലും എത്തി. കഥമാരക്ഷിത പൗരൈഹി സംപ്രാപ്ത കുരുജാങ്കലാൻ ഉന്മത്ത മൂക ജഡവത് വിചരൻ ഗജസാഹ്വയെ. ഇനി 7ാമത്തെ ശ്ലോകം. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേഃ മുനിനാ സഹ സംവാദ സമഭൂത്താദ യത്ര ഏഷാ സാത്വതീ ശ്രുതി. പാണ്ഡവേസ്യ, ഈ പാണ്ഡുകുലത്തിൽ ജനിച്ചതായിട്ടുള്ള പരീക്ഷിത് രാജാവ് രാജഋഷേഃ, രാജർഷിയാണ് അദ്ദേഹം. ദേവർഷി, രാജർഷി, ബ്രഹ്മർഷി. ദേവർഷി നാരദ, രാജർഷി ഈ രാജാക്കന്മാർ ഭക്തന്മാരായിട്ടുള്ളവർ രാജർഷി. ബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ വസിഷ്ഠനൊക്കെ ബ്രഹ്മർഷിയാണ്. അഗസ്ത്യൻ, വസിഷ്ഠൻ ഇവരൊക്കെ ബ്രഹ്മർഷിമാരാണ്. അപ്പോൾ രാജർഷിയായിട്ടുള്ള ഈ പരീക്ഷത്തിൻ്റെ കൂടെ മുനിനാസഹ, മുനിമാരോട് കൂടെ സംവാദ, സംഭാഷണം ചെയ്തു. എന്താ സംഭാഷണം ചെയ്തത്? ഭാഗവതാണ്. കഥം, അതെങ്ങനെയാ? ആ ലക്ഷ്യസഞ്ചാരഗതിയാണ്. അധികം നേരം ഇവിടെ നിൽക്കില്ല. ഒരാളുമായിട്ടും ഒരു തരത്തിലും ഒരു ബന്ധവും ഉണ്ടാക്കില്ല. കാരണം ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ പുലിവാല. അപ്പോൾ അതുകൊണ്ട് അതിനെ എടുക്കില്ല. അപ്പോൾ കഥം, എങ്ങനെ സംഭവിച്ചു? ഈ മുനിമാരുമായിട്ട് എങ്ങനെ സംവാദം ഉണ്ടായി? എത്ര ഏഷാ സാത്വതീ ശ്രുതി, എവിടെയാണോ അല്ലെങ്കിൽ ഏതിലാണോ ഈ ഭാഗവത സംഹിത ആസീത് ഭവിച്ചത്,
എങ്ങനെയാണ് ശ്രീശുക ബ്രഹ്മർഷിയാൽ ഈ ഭാഗവതം ഈ മുനിമാരോട് പറയാൻ വേണ്ടിയിട്ട് സാഹചര്യമുണ്ടായത്? അതെങ്ങനെ സംഭവിച്ചു? കഥം വാ പാണ്ഡവേയസ്യ, കഥം എങ്ങനെയാണ്, വാ അതോ വേറെ ഏതെങ്കിലും തരത്തിലാണോ? കഥം വാ അങ്ങനെ ഉണ്ടായോ? സംശയം ചോദിക്കുക. കഥം വാ പാണ്ഡവേയസ്യ, അത് എങ്ങനെയുണ്ടായത്? ഈ പാണ്ഡവരുടെ പൗത്രനായിട്ടുള്ള ഈ പരീക്ഷത്തിൻ്റെ രാജർഷിയായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള സംവാദം എങ്ങനെയുണ്ടായത്? അവിടെ അനവധി മുനിമാരുണ്ടായിരുന്നു. ആ മുനിമാർ എങ്ങനെയാണ് ഈ പരീക്ഷത്തിൻ്റെ ഒപ്പം ഇരുന്ന് അവർ തമ്മിൽ സംവാദം ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ശ്രീശുക ബ്രഹ്മർഷി വന്നത്. അപ്പോൾ ആ ശ്രീശുക ബ്രഹ്മർഷിയും ഈ മുനിമാരും രാജർഷിയും തമ്മിൽ എങ്ങനെയാണ് സംവാദം ഉണ്ടായത്? അതും മുനിമാരോട് കൂടിയിട്ട് ഭാഗവതത്തെയാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അനവധി നേരം വേണ്ടേ? അതെങ്ങനെ സംഭവിച്ചു? സംവാദ സമഭൂത്, നന്നായിട്ട് തന്നെ സംഭവിച്ചു അത്. അല്ലയോ സൂത മഹാശയ, ഇത് എങ്ങനെ സംഭവിച്ചു? അപ്പോൾ എത്ര ഏഷ സാത്വതി ശ്രുതി, ഈ സാത്വിക ഭാവമുള്ളതായിട്ടുള്ള വേദത്തിൻ്റെ ഏറ്റവും സാരം ആ സാരമായിട്ടുള്ള ഈ ഭാഗവതം. ഇപ്പം സ്വതേ പറയാറുണ്ട്, വേദത്തെ വേദഭാഷയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാവുന്ന രീതിയിൽ സംസ്കൃതത്തിൽ വ്യാഖ്യാനങ്ങൾ പണ്ടുണ്ടായിരുന്നു. പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള സംവാദങ്ങളും അതൊക്കെ പുസ്തകങ്ങളാക്കിയിട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ചിലതൊക്കെ ഉണ്ടാവാം അവിടെയും ഇവിടെയൊക്കെ. പിന്നീട് വന്നവർ കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കുളപ്പോണ്ണായാലും അതേപോലെ വള്ളത്തോളായാലും പിന്നീട് ചില ആൾക്കാരൊക്കെ മലയാളത്തിലാക്കിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയതൊക്കെ ഈ പുതിയ ലോകത്തിൽ കിട്ടിയതാണ്. വേദഭാഷ അത്ര എളുപ്പമല്ല. കാരണം ഒരർത്ഥമല്ല ഉള്ളൂ എന്ന് വേദത്തെ നന്നായിട്ട് ഈ പരിശോധിച്ചവർ, ഓരോ ഋക്കിനും അനവധി അർത്ഥങ്ങളുണ്ട്. പ്രാതരഗ്നം പ്രാതരേന്ദ്രം എന്നൊക്കെ പറയുമ്പോൾ ഈ രാവിലെ ഇന്ദ്രനെയും അഗ്നിയെയും ഒക്കെ നമ്മൾ ആഹ്വാനം ചെയ്യണു എന്നതാണ്. എല്ലാ ദേവീദേവന്മാരെയും, പ്രത്യേകിച്ച് അഷ്ടദിക്പാലകന്മാരെ, ത്രിമൂർത്തികളെ, ദേവീദേവന്മാരെ, വാണിലക്ഷ്മി, കാളി, ഇങ്ങനല്ലേ, അതൊക്കെ വേണമെന്നാ. അത് വേദത്തിൻ്റെ ഒരു ഭാഷയാണ്. അപ്പോൾ ഈ വേദത്തിൻ്റെ സാരമാകുമ്പോൾ അത് ചുരുക്കി വരികയല്ലേ ചെയ്യുക, ചുരുക്കല്ല ചെയ്യുക, അതിങ്ങനെ കൂടി വരിക. അപ്പോൾ എന്താ ചെയ്തത്? ആ തത്വം പറയാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് കഥയായിട്ട് പറയപ്പെട്ടു. കഥാസന്ദർഭത്തോട് കൂടിയിട്ട് ഉപദേശങ്ങളായിട്ടോ സ്തുതികളായിട്ടോ ആ വേദസാരത്തെ അതിൽ ഉൾപ്പെടുത്തി. പാപമോചനം, അഖമർഷണ സൂക്തം, അതൊക്കെ പ്രത്യേകമായിട്ട് ചില ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഈ പ്രാചേതസ ദക്ഷൻ സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട്, അഖമർഷണ സൂക്തം, പാപമോചനാണ്. അങ്ങനെ ഓരോരുത്തരും ബ്രഹ്മാവ് ഭഗവാനെ പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ചിട്ടാണ് ആ കൃഷ്ണാവതാര സമയത്ത്. അങ്ങനെ അതാത് സന്ദർഭങ്ങളിൽ പലതും മുക്തി ഹേതുകമായിട്ടുള്ള പല സ്തുതികൾ. അത് ശൈവ വൈഷ്ണവ ശാക്തയായിട്ടെല്ലാ ദേവീദേവന്മാരെയും ഒരേപോലെ വേദത്തിൽ കാണുന്നുണ്ട്. അഷ്ടദിക്പാലന്മാരുണ്ട്. ഈ അഗ്നിയെ ബ്രഹ്മമായിട്ട് കാണുന്നു. എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഭാവം ഇന്ദ്രന്. പാലകൻ എന്നുള്ള സ്ഥാനത്ത് ഭഗവാൻ ഇന്ദ്രനെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വേദത്തിൽ. അപ്പോൾ അതിൻ്റെ ചുരുക്കം, സാരം. പക്ഷേ അത് ചുരുക്കമല്ല, അത് കഥകളാക്കിയപ്പോൾ വിസ്താരമായി. 10,000 വൃക്കുകളെയാണ് മറ്റേ ഇതിലുള്ളൂ, ഋഗ്വേദത്തിലുള്ളൂ. പക്ഷേ ഇവിടെ 14,000 അല്ലെങ്കിൽ 12,000 ശ്ലോകങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചുരുക്കിയിട്ടാണ് കൊണ്ടുവന്നത്, ചുരുക്കിയ തത്വങ്ങളെയാണ് കൊണ്ടുവന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് കഥ പറയേണ്ടി വന്നപ്പോൾ അത് വിസ്തൃതമായി. അങ്ങനെയാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം എങ്ങനെ ഇത്രയും നേരം ഇരുന്നിട്ട് ആ കഥയെ പറഞ്ഞു? ഈ എത്ര ഏഷ സാത്വതി ശ്രുതി, വേദത്തെ ഇങ്ങനെ സാത്വികമായിട്ടുള്ള 5-ാം വേദം, ഇത് 5-ാം വേദം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതിനേക്കാൾ കൂടുതൽ മഹത്വമുണ്ട് ഭാഗവതത്തിന്. ഭാഗവതത്തിന് മാത്രമേ ഉള്ളൂ. ഇനി
അത്രയും പ്രാധാന്യമുണ്ട് ഭാഗവതത്തിന്. അതിൻ്റെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ പ്രത്യേക. കഥം വാ പാണ്ഡവേ യസ്യ രാജർഷേഃ മുനിനാ സഹ സംവാദ സമഭൂത്താദ യത്ര ഏഷാ സാത്വതീ ശ്രുതിഃ. എങ്ങനെയാണ് ഈ പരീക്ഷത്തിനോട്, രാജർഷിയായിട്ടുള്ള പരീക്ഷത്തിനോട് മുനിമാരോട് കൂടിയിട്ട് സംവാദമുണ്ടായത്, ഈ നന്നായിട്ട് തന്നെ സംവാദമുണ്ടായത്? അവിടെ ശ്രീശുഖബ്രഹ്മർഷി എങ്ങനെയാണ് ഇത്രയും നേരം ഇരുന്നത്? എത്ര ഏഷ സാത്വതി ശ്രുതിഹി, ഈ വേദത്തിൻ്റെ ഏറ്റവും സാത്വികമായിട്ടുള്ള ഈ ഭാവത്തെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയല്ലോ, പറഞ്ഞ് സമർത്ഥിച്ചുവല്ലോ, പരീക്ഷത്തിന് മുക്തി കിട്ടിയല്ലോ, ആ പ്രവൃത്തി ചെയ്തപ്പോൾ സദ്ഫലം അപ്ലൈ കിട്ടിയല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? കഥം വാ പാണ്ഡവേ യസ്യ രാജർഷേർമുനിനാ സഹ സംവാദ സമഭൂത്താദ യത്ര ഏഷാ യത്ര ഈഷാ സാത്വതീ ശ്രുതി സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അപേക്ഷതേ മഹാഭാഗസ്തീർത്ഥി കുർവംസ്തദാശ്രമം. എന്താ കാരണം? അലക്ഷ്യസഞ്ചാരം നേരത്തെ പറഞ്ഞു. എപ്പോഴാണ് കാണാൻ ശരിയാ, എപ്പോഴാണ് കാണാല്ലാണ്ടാവാൻ ശരിയാ. ഇവരധികം നേരം എവിടെയും നിൽക്കില്ല, സംഘം പറ്റില്ല, സംഘദോഷം വരാൻ വയ്യ, സമ്പർക്കദോഷം വരാൻ വയ്യ. മഹാഭാഗ, മഹാപുണ്യവാനായിട്ടുള്ള സഹ ആ മുനി, ഈ ശ്രീ ശുക ബ്രഹ്മഋഷി, ഗൃഹമേധിനാം ഗൃഹസ്ഥന്മാർ, അതായത് ഗൃഹത്തെ ആശ്രയിച്ചുകൊണ്ട് ഗൃഹസ്ഥധർമ്മത്തെ ചെയ്തുകൊണ്ട് ഗൃഹസ്ഥന്മാരായിട്ട് ജീവിച്ചുകൊണ്ട്, അതായത് ഈ ഗൃഹസ്ഥന്മാർക്കുള്ളൊരു പ്രത്യേകത, അവർ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എല്ലാ ദിവസവും ഗൃഹങ്ങളിൽ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ, അച്ഛൻ, അമ്മ, കുട്ടികൾ, പേരക്കുട്ടികൾ, മുത്തശ്ശൻ, ഇങ്ങനെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ അത് ലോകത്തിന് മുഴുവന് കിട്ടും. ബ്രഹ്മലോകം തൊട്ട് പാതാളം വരെയുള്ള എല്ലാവർക്കും അത് കിട്ടും. അതിൻ്റെ ഒരു ചിട്ട അങ്ങനെയാണ്, വേദവിധി അങ്ങനെയാണ്. നമ്മൾ സത്യം ഇന്ന് പറയാലോ, ഇന്ന് ഏത് വീട്ടിലുള്ള പരമാവധി ഒരു വിളക്ക് വെക്കും, അതന്നെ ഇല്ലാണ്ടേ ഉള്ളൂ. വളരെ മോശമാണ്. നമ്മൾ വളരെ മോശമായിട്ട് വരികയാണ്. ഒരു ആചാരവും ഇല്ല, ഒരു അനുഷ്ഠാനവും ഇല്ല. ഓരോരുത്തർക്കും ആചാരം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളൊരു അഭിപ്രായമില്ല. വീടുകളിൽ ചെയ്തതിൻ്റെ ശേഷം അമ്പലത്തിലേക്ക് പോകണമെന്നാണ്. അമ്പലത്തിലേക്ക് പോകുന്നത് തന്നെ ഒരു സംഘബലം ഉണ്ടാവാനാണ്. ഇന്നിപ്പോൾ അമ്പലത്തിലേക്ക് പോയാൽ തല്ലൂട്ടാ. അപ്പം അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയല്ല വേണ്ടത്. അവരവരുടെ വീടുകളിൽ രാവിലെ ചെയ്യേണ്ടത് രാവിലെ ചെയ്യണം, ഉച്ചയ്ക്ക് ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ചെയ്യണം, രാത്രി ചെയ്യേണ്ടത് സായസന്ധ്യയ്ക്ക് ചെയ്യേണ്ടത് അത് അപ്പം ചെയ്യണം, രാത്രിയും പുലർക്കാലവും ചെയ്യേണ്ടത് അപ്പം ചെയ്യണം. ഇന്നിപ്പോൾ ജോലി തിരക്ക്, രാത്രി ജോലി, പകൽ ജോലി, വീട്ടിലിരുന്നിട്ട് തന്നെ രാത്രി ജോലി, പല ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ട്. എങ്കിലും സമയം കണ്ടെത്തി കഴിഞ്ഞാൽ 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ട്, ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ നിഷേധം, സംശയം, ഈ അജ്ഞത കാരണം കൊണ്ട്, ഈ അവിദ്യ കാരണം കൊണ്ട് ഏതാ ശരി ഏതാ തെറ്റ് എന്ന് അറിയാതെ കണ്ട് ഈ തെറ്റിനെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് അതാണ് ശരി എന്ന് ഉറക്കെ പറയുകയും ചെയ്യും, നിർബന്ധിക്കുകയും ചെയ്യും, മറ്റുള്ളവരെയും കൂടി ബുദ്ധിമുട്ടിക്കും. ഇത് ചെയ്തുകൊണ്ട് എന്താ? ഇത് ചെയ്തില്ലാച്ചാൽ എന്താ കുഴപ്പം? ഇത് ചെയ്തിട്ടിപ്പോൾ എന്താ? ആർക്കാ നേട്ടം ഉണ്ടായിരുന്നത്? വളരെ മോശം. മാനസിക അവസ്ഥ വളരെ മോശമാണ്. ഒരു ഗൃഹത്തിനും സമാധാനമില്ല, തമ്മിൽ യോജിപ്പില്ല. കരികാലം വരാനുള്ള കാരണം എന്താ? എന്നിട്ടോ അന്യന്മാരെ വിശ്വസിക്കുകയും ചെയ്യും, അവരൊക്കെ പറ്റിക്കുകയും ചെയ്യും. പറ്റിച്ചാലോ? പറ്റിക്കപ്പെടുക, വേറെ മാർഗമില്ല. എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുക പരസ്പരം. എന്നിട്ട് വല്ലതും നേടുമോ? താൽക്കാലികമായിട്ടുള്ള ഈ നേട്ടം എത്രയോ വലിയ അധപതനത്തിലാണ് ചെന്ന് എത്തുക. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആചാരമില്ല, അനുഷ്ഠാനമില്ല. അപ്പോൾ മഹാഭാഗ്യവാന്മാരാവണമെങ്കിൽ എങ്ങനെ വേണം? ഈ ശ്രീശുഖബ്രഹ്മർഷിയെ പോലെ, ഈ പരീക്ഷിത് രാജാവിനെ പോലെ അവസാനം പാമ്പ് കടിക്കാൻ വിധി അല്ലേ? അല്ല, മുക്തി കിട്ടി ഭാഗവതം കേട്ടിട്ട്. ഭഗവാന് സന്തോഷമായി ഈ ശാപം ഉണ്ടാക്കിയപ്പോൾ. അതാണ് രസം. ഭാഗവതം ഈ പരീക്ഷിത്ത് ശ്രവിച്ചതോട് കൂടിയിട്ട് എല്ലാവരും ഇത് ഏറ്റെടുക്കുമല്ലോ, എന്നെ എല്ലാവരും ശ്രവിക്കുമല്ലോ, എല്ലാവരും തെറ്റ് ചെയ്യാതെ കണ്ട് മുക്തിപഥത്തിലേക്ക് വരുമല്ലോ. ഭഗവാൻ സന്തോഷിച്ചത് അങ്ങനെയാണ്. അതിനെയാണ് നമ്മൾ ഉപേക്ഷിച്ചത്. വേണ്ട രീതിയിൽ അല്ലാതെ കണ്ട് ഇപ്പം നടത്തുന്നത്.
ശരിക്കും ഭാഗവതം വേണ്ട രീതിയിൽ യജ്ഞമായിട്ട് നടത്തിയ ഫലം ഉണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല. അനുഭവസ്ഥനായതുകൊണ്ട് പറയാം. അമ്പലത്തിന് ശ്രേയസ് ഉണ്ടാവും, വീടുകളിൽ ശ്രേയസ് ഉണ്ടാവും, ആ വ്യക്തികൾക്ക് ശ്രേയസ് ഉണ്ടാവും, സകാമങ്ങളൊക്കെ നടക്കും. കല്യാണമായാലും ശരി, കുട്ടികളുണ്ടാവലായാലും ശരി, ഒക്കെ നമ്മളൊക്കെ അനുഭവസ്ഥരാണ്. അപ്പോൾ അതിൽ ഈ ഘോഷമോ അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ടേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അമിതമായിട്ടുള്ള ആൾക്കൂട്ടം, അമിതമായിട്ടുള്ള പണപ്പിരിവ്, അമിതമായിട്ടുള്ള അന്നദാനത്തിന് കുഴപ്പമുണ്ട് വെച്ചിട്ടല്ല, പക്ഷേ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയായാലും വേണ്ട പോലെ അല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വേണ്ടവർക്ക് വേണ്ടത് കൊടുത്തുകൊണ്ടാണ് ഈ യജ്ഞമെങ്കിൽ, കാലുകഴിച്ചൂട്ട് അടക്കം ചെയ്തുകൊണ്ടാണ് ചെയ്യണമെങ്കിൽ, അതിന് വേണ്ട സംഭാരങ്ങളോട് കൂടിയിട്ട്, അതിന് വേണ്ട ആളുകളോട് കൂടിയിട്ട്, ആ ആളുകളും ഇതേപോലെ കമ്മിറ്റഡ് ആവണം കേട്ടോ. എല്ലാവരും ഒരേപോലെയല്ല. എത്ര കമ്മിറ്റഡ് ആയിട്ട് ചെയ്താലും ഇത് മനസ്സിലാവാത്ത ജനങ്ങളാണോ എന്നുള്ളത്, മനസ്സിലാക്കാത്ത കമ്മിറ്റികളാണെന്നുള്ളത് ഞാൻ അനുഭവസ്ഥനാണ്. അമ്പലത്തിന് അത്രയും ശ്രേയസ് ഉണ്ടാക്കി കൊടുത്തിട്ടും അവർക്ക് മനസ്സിലായില്ല ഇതുകൊണ്ടാണ്. എന്നാൽ പിന്നീട് അത് നടക്കണില്ല. പല ആൾക്കാരെയും കൊണ്ട് പലതും ചെയ്തിട്ടുണ്ട്, എന്നിട്ടൊന്നും നടക്കണില്ല. ചിലത് നടക്കും, എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ ഈ അനുഭവം വല്ലാത്ത ഭാഗവതം അങ്ങനെയാണ്. സ്വാനുഭവത്തോട് കൂടിയിട്ട് പറയണം, സ്വാനുഭവത്തോട് കൂടിയിട്ട് അതിനെ വിലയിരുത്തണം, അന്യോപകാരമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഫലമുണ്ട്. എല്ലാവർക്കും ഫലമുണ്ട്. ശ്രോതാവിന് ഫലമുണ്ട്, വക്താവിന് ഫലമുണ്ട്, ക്ഷേത്രത്തിന് ഫലമുണ്ട്, നടത്തിപ്പ് കമ്മിറ്റിക്കാർക്ക് ഫലമുണ്ട്. അപ്പോൾ ഈ മഹാഭാഗ്യം ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി നടത്തുന്നത് എങ്ങനെയാണ്? പരീക്ഷത്തിനെ മുക്തനാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട രീതിയിലാണ്. അവർ ഗൃഹമേധി ആയിരുന്നു പരീക്ഷിത്തും. കലിയെ നിഗ്രഹിച്ചതാളാണ്. കലിനിഗ്രഹം പാണ്ഡവന്മാർ പോലും ചെയ്തിട്ടില്ല. ദേവാംശമാണ് അവർ. ഇത് സാധാരണ മനുഷ്യഭാവത്തിലാണ്. പൂർവ്വജന്മം അങ്ങനെ കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, അറിയില്ല. അപ്പോൾ ഗൃഹമേധി ആയിരുന്നിട്ട് പോലും ആ പരീക്ഷത്തിന് ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്നും ഇത് കേൾക്കാൻ സാധിച്ചു. എന്താ കാരണം? അത്രയ്ക്ക് ഭാഗ്യം ചെയ്തയാളാണ് പരീക്ഷിത്ത്. അതുകൊണ്ടാണ് പൂർവികരുടെ നല്ല നല്ല പ്രവൃത്തികളുടെ സദ്ഫലമായിട്ടാണ് കിട്ടിയത്. ദുഷ്ടരെ മുഴുവൻ ഹനിച്ചു, മക്കൾ പോലും ഇല്ലാണ്ടേ. അനവധി യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ്. പാണ്ഡവർക്ക് മക്കളില്ലല്ലോ, ഈ പേരക്കുട്ടി മാത്രമേ ഉള്ളൂ, ഒറ്റ ബീജേ ഉള്ളൂ. അപ്പോൾ ആ ഉണ്ണിക്ക് വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഉണ്ണി ഇങ്ങനെ വന്നത്. ഭണ്ഡാരത്തിൽ ദുര്യോധനൻ്റെയോ അല്ലെങ്കിൽ ദുശാസനൻ്റെയോ കിരീടോ സ്വത്തോ ഒക്കെ വെച്ചു വെച്ചാൽ അതിൻ്റെ ദോഷം അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ ദോഷം പോലും സദ്ഫലമായിട്ട് മാറി. ആ ഗൃഹമേധികളായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ഗൃഹങ്ങളിൽ തദാശ്രമം, അവരുടെ ആശ്രമത്തെ തീർത്ഥീകുർവൻ, നമ്മളെപ്പോലെയുള്ള ഗൃഹങ്ങളിലേക്ക് ഈ ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ ഒരാൾ വരുമ്പോൾ ആ വീട് അങ്ങോട്ട് പുണ്യമാവുകയാണ്. ഇതുപോലെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ എന്തൊക്കെ കൊടുക്കണം എന്നറിയോ? മുഴുവൻ സമർപ്പിക്കണം. അവർക്കത് ആവശ്യമില്ല, അവർ തിരിച്ചിങ്ങോട്ട് കൊടുക്കും. എന്തെങ്കിലും കൊടുക്കാതെ കണ്ട ഒരു ബ്രാഹ്മണനെ വീട്ടിലേക്ക് വരുത്താൻ പാടില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് വിടാൻ പാടില്ല. ധനമടക്കം കൊടുത്തേ വിടാവൂ. വസ്ത്രോ ധനം എന്തൊക്കെയാ വെച്ചാൽ ഫലം, താമ്പൂലം ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടേ വിടാവൂ. അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു, ഇതുപോലെ അദ്ദേഹത്തിനെ ആ ഇല്ലത്തേക്ക് കൊണ്ടുപോയിട്ട് ആക്കി കൊടുക്കണം. ഇതൊക്കെ കൊടുക്കുകയും വേണം, ഒക്കെ കൊടുത്ത് നമസ്കരിച്ചിട്ട്. അതിൻ്റെയൊക്കെ ഫലം വളരെ കൂടുതലാണ്. അങ്ങനത്തെ ആളുകളെ, മഹാഭക്തന്മാരെ ഇങ്ങനെ വരുമ്പോൾ അവരെ ഈ ആദരിക്കൽ, നന്നായിട്ട് സൽക്കരിക്കൽ വളരെ ഫലവത്താണ്. അതിൻ്റെയൊക്കെ ഫലം സ്വർണ്ണടക്കം ദാനം ചെയ്യണമെന്നാണ്. നമുക്ക് തൽക്കാലം നഷ്ടം തോന്നും, പക്ഷേ ആ നഷ്ടമൊന്നുമല്ല, അതിനെക്കൊണ്ട് എത്രയോ കൂടുതൽ പുണ്യം കിടക്കും, കിട്ടുക തന്നെ ചെയ്യും. അതാണ്. അപ്പോൾ ഇങ്ങനെ തീർത്ഥീകുർവൻ ആണ്. ഏത് ഗൃഹങ്ങളെയും തീർത്ഥക്ഷേത്രമാക്കിയിട്ട് മാറ്റാൻ കഴിവുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ ഒരാൾ വന്നത് എവിടേക്കാ? ബ്രാഹ്മണ ശാപം കിട്ടിയ ഈ പരീക്ഷത്തിന് മുമ്പിലേക്കാണ്. അപ്പോൾ അവിടെ
ഗോദോഹനം മാത്രമേ അദ്ദേഹം നിൽക്കുള്ളൂ. ഒരു പശുവിനെ കറക്കാൻ എത്ര നേരം വേണം? ഇപ്പോൾ ഇടങ്ങാഴി പാലാ വേണ്ടെച്ചാൽ ഇടങ്ങാഴി പാല് കറക്കും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള പശുക്കുട്ടികൾ കുടിക്കും. അങ്ങനെയാണ്. നമ്മളെങ്ങനെയാണ് പതിവ്? 200 10 ലിറ്റർ ആച്ചാൽ 10 ലിറ്റർ, 100 ലിറ്റർ ആച്ചാൽ 100 ലിറ്റർ. എന്താ കൊടുത്തുവെച്ചാൽ ആ പശുവിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ അല്ല, ഇത് പശുവിനെ കറക്കാന്നുള്ളതിന് കണക്കൊക്കെ ഉണ്ട്. എത്ര ഒരു നിശ്ചിത സമയമുണ്ട്. എത്ര അത്രയും സമയം നിൽക്കുള്ളൂ, അതിൽ കൂടുതൽ നിൽക്കില്ല. അതാണ് ഈ ഗോദോഹന മാത്രം. അപേക്ഷതേ, അത്ര മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ ഇവരൊക്കെ. അപ്പോൾ ആ സമയത്ത് പശുവിനെ കറക്കുന്നല്ല ഈ പറഞ്ഞതേ. അത്രയും നേരം മാത്രമേ അവരവിടെ വന്നായിരിക്കുള്ളൂ. ആ സമയത്ത് ഈ ദാനം ചെയ്യലും പ്രദക്ഷിണം നമസ്കാരവും മറ്റേ ആഹാരം കൊടുക്കലും എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ കൂടി 1 മണിക്കൂറിലൊക്കെ കൂടി കഴിയണം. എന്നിട്ട് പറഞ്ഞേക്കണം എന്നാ. അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. ഭർത്താവിനെ കുറിച്ചിട്ട് ശൗനകാദി മഹർഷിമാർ ശ്രീശുക മഹർഷിയെ കുറിച്ച് സൂതനോട് ചോദിക്കുക. കാരണം ഗുരു അടുത്തിരുന്ന് പറഞ്ഞ് മുഴുവനെ കേട്ടയാളാ. അപ്പോൾ നല്ലോണം അറിയാം ഗുരുവിനെ കുറിച്ച്. അത് പറയൂ എന്നാണ്. സ ഗോദോഹന മാത്രം ഹി സഹ, ആ ശ്രീശുക ബ്രഹ്മർഷി ഒരു പശുക്കറവ മാത്രം, പശുവിനെ എത്ര നേരമാണോ കറക്കേണ്ടത് അത്രയും നേരം മാത്രമല്ലേ ഒരു ഗൃഹത്തിലേക്ക്, ഉറപ്പായിട്ടും ഗൃഹേഷു, ഗൃഹത്തിലേക്ക്, ഗൃഹമേധിന, ഗൃഹത്തെ മാത്രം ആശ്രയിക്കുന്നവരുടെ, അല്ലെങ്കിൽ വീട്, കുട്ടികൾ, അങ്ങനെയല്ലേ ഏഷണകളുള്ളത്, മറ്റേ ഭാര്യ, പുത്രൻ, മക്കള്, ധനം, യശസ്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുടെ ആ ഗൃഹമേധികളുടെ അടുത്തേക്ക്, ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അപേക്ഷതേ, പ്രതീക്ഷിക്കുക. എന്ത് പ്രതീക്ഷിക്കുക? അത്രയും നേരമേ ഗോദോഹന മാത്രം ഹി അപേക്ഷതേ, അത്രയും നേരം ഇരിക്കുള്ളൂ എന്ന് ഉറപ്പിക്കണം നമ്മൾ ആദ്യമേ തന്നെ. എന്നിട്ടോ മഹാഭാഗ, അല്ലയോ മഹാഭാഗ, ഭാഗ്യമുള്ള സൂതമഹാശയനോട് പറയാണ്. പരീക്ഷിത്തും ഭാഗ്യവാനാണ് കേട്ടോ. എല്ലാം നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഭാഗവതം നമ്മൾ കേൾക്കണ്ടല്ലോ. തീർത്ഥീകുർവൻ തദാശ്രമം, വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം? അവിടെ തീർത്ഥീകുർവൻ, അത് തീർത്ഥക്ഷേത്രമാക്കിയിട്ട് മാറ്റും ആ ആശ്രമം. അത് വീടാണ്, ഗൃഹമേധികളുടെ വീടാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആശ്രമമായിട്ട് മാറ്റും. എന്നുവെച്ചാലോ എത്രത്തോളം ഈശ്വരങ്കൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഈ ബ്രാഹ്മണ വൃത്തികളെ ചെയ്യാൻ പറ്റുമോ, ക്ഷത്രിയൻ്റെ ആയാലും ശരി, ശൂദ്രൻ്റെ ആയാലും ശരി, വൈശ്യൻ്റെ ആയാലും ശരി, ആ ഒരു ഭാവത്തിലേക്ക് നമ്മളെ അങ്ങോട്ട് എത്തിക്കും. നമ്മൾ കുറച്ച് കുത്തം കെട്ടവനായാലും ശരി എന്നർത്ഥം. അതാണ് ഈ പുണ്യാത്മാക്കളുടെ, മഹാത്മാക്കളുടെ മേന്മ. അതും കൂടിയും അവിടെ പറയുകയാണ്. ഈ സൂതനെ നല്ലോണം അറിയാം ശൗനകാദി മഹർഷിമാർക്ക്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ എങ്ങനെ ബഹുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും കൂടുതൽ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ പറയണതൊക്കെ. സ ഗോദോഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അപേക്ഷതേ മഹാഭാഗ തീർത്ഥീകുർവൻ തദാശ്രമം. ഇപ്പോൾ 6, 7, 8, 3 ശ്ലോകങ്ങളെയാണ് പറഞ്ഞത്. 28 മിനിറ്റായി. ഇനി 9ാമത്തെ ശ്ലോകം തൊട്ട് പരീക്ഷത്തിനെ കുറിച്ച് പറയണം, ശ്രോതാവിനെ കുറിച്ച് പറയണം. ഇപ്പോൾ വക്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് 4ാമത്തെ ഭാഗം, 4ാമത്തെ അധ്യായം, 4ാമത്തെ ഭാഗം, പ്രഥമ സ്കന്ധത്തിൽ. ശ്രീ ഗുരുപ്പ നാരായണ. വാചികം 4.